എന്നെ അപമാനിച്ചുകൊള്ളട്ടെ, എന്നാൽ ഞാൻ അവനെ എടുത്തുകൊണ്ട് പോകാൻ തയ്യാറാണ്. നിങ്ങൾ ഒരു കാര്യം പറയുക, എവിടെയാണ് എന്റെ യേശു ക്രിസ്തു? എന്റെ യേശു എവിടെയാണ്? എന്റെ ദൈവം എവിടെയാണ്? എനിക്ക് എന്റെ ദൈവത്തെ ആവശ്യമാണ്. എത്രയോ വലിയ സ്നേഹമാണ്, എത്ര ആഴമേറിയ സ്നേഹമാണ് യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ഒരു ആഴമേറിയ സ്നേഹം. ഇതുകൊണ്ടാണ് പൗലോസ് ഇപ്രകാരം പറയുന്നത്, റോമാലേഖനം 8-ാം വാക്യം, ആർക്ക് എന്നെ കർത്താവിന്റെ സ്നേഹത്തിൽ നിന്നും വേറെ മാറ്റുവാൻ കഴിയും? ഏത് വസ്തുവിനെ എന്റെ ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്നും അകറ്റിക്കളയുവാൻ കഴിയും? ഇന്ന് നമ്മുടെ പലപ്പോഴും ജീവിതത്തിൽ പല വിഷയങ്ങളും ദൈവ സ്നേഹത്തിൽ നിന്നും അകറ്റുകയാണ്. എന്നാൽ പൗലോസ് പറയുകയാണ്, ഈ ലോകത്തിലുള്ള ഒരു വസ്തുവിനും ദൈവ സ്നേഹത്തിൽ നിന്നും അകറ്റിക്കളയുവാൻ കഴിയത്തില്ല. ആ സ്നേഹത്തിന്റെ ആഴത്തിൽ അവൾ ഇരുട്ടുള്ളപ്പോൾ തന്നെ കല്ലറയിലേക്ക് ഓടി വരുവാനിടയായി. അവൾക്കറിയാം, എന്റെ വചനപ്രകാരം, ദൈവത്തിന്റെ വചനപ്രകാരം എന്റെ കർത്താവ് ജീവിച്ചിട്ടുണ്ടെന്ന്. ഞാൻ അവനെ ഉയർത്തെഴുന്നേറ്റ യേശുവിനെ കാണുവാൻ ആഗ്രഹിക്കുന്നു. ഞാൻ അവനെ സ്പർശിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഞാൻ അവന്റെ കാൽപാദങ്ങളിൽ ചുംബിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഞാൻ എന്റെ തലമുടി കൊണ്ട് അവന്റെ കാലുകളെ തുടയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. ഞാൻ എന്റെ ചുംബനങ്ങൾ കൊണ്ട് അവന്റെ പാദങ്ങളെ പുണയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ഉള്ളിൽ പലപ്പോഴും ദൈവത്തെ കുറിച്ചുള്ള സ്നേഹം പലപ്പോഴും ശബ്ദത്തിനകത്ത് മാത്രമാണ് ഒതുങ്ങി നിൽക്കുന്നത്. എന്നാൽ മറിയം തന്റെ ജീവിതത്തിൽ അത് പ്രാക്ടിക്കൽ ലൈഫിൽ കൂടി കാണിക്കുവാനിടയായി. എന്നാൽ യേശു ക്രിസ്തു അവളെ വിളിക്കുവാൻ മറിയം, അവിടെ എന്താണ് എഴുതിയിരിക്കുന്നത്? പെട്ടെന്ന് വലിയൊരു ഭൂകമ്പമുണ്ടായി. കർത്താവിന്റെ ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് കല്ലുരുത്തി നോക്കി അതിന്മേലിരുന്നു. वहां नहीं लिखा हुआ है, यूहन्ना 20 में पढ़ने का जरूरत नहीं है, समय की कमी के कारण मैं उसमें नहीं जाना चाहता हूं. वहां पर यीशु मसीह ने कहा मरियम. അവിടെ യോഹന്നാന്റെ സുവിശേഷത്തിൽ പ്രകാരം വിളിക്കുകയാണ് മറിയമേ. मरियम को पता चल गया, മറിയത്തിനെ തിരിച്ചറിയുവാൻ മറിയം. इतना प्यार से तो मेरा प्रभु ही बोलता है. ഇത്രയും സ്നേഹത്തിലുള്ള ഒരു വിളി എന്റെ ദൈവത്തിനല്ലാതെ ആർക്കും എന്നെ വിളിക്കാൻ കഴിയില്ല. इतना प्यार से बोलने वाला और कोई नहीं. ഇത്രയും സ്നേഹത്തോടെയുള്ള വിളി എന്റെ യേശുവിന്റേതായിട്ടുള്ള വിളിയാണ്. हस्बैंड नहीं, मेरी वाइफ नहीं, मेरे बच्चे नहीं, मेरे माँ बाप नहीं, कोई नहीं. इतना प्यार से पुकारने वाला सिर्फ मेरा प्रभु. എന്റെ ഭർത്താവിന്, എന്റെ ഭാര്യയ്ക്ക്, എന്റെ കുഞ്ഞുങ്ങൾക്ക്, എന്റെ ആർക്കും എന്നെ വിളിക്കുവാൻ കഴിയാവുന്നതിനേക്കാൾ അധികമായ സ്നേഹത്തോടെ എന്റെ കർത്താവിന് മാത്രമേ എന്നെ വിളിക്കുവാൻ കഴിയൂ. जब वो रो रही थी, അവൾ കരയുവാൻ തക്കവണ്ണം निरंतर रो रही थी, അവൾ കരഞ്ഞുകൊണ്ടേയിരിക്കുകയായിരുന്നു. उसी समय प्रभु ने उसका नाम पुकारा. കരഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് അവളുടെ പേര് വിളിക്കുവാനിടയായത്. मैं आपसे कहना चाहता हूं, ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ. दुनिया के सामने घुटना मत टेकना. ലോകത്തിന്റെ മുൻപിൽ നിങ്ങളെ മുട്ടുകളെ നിങ്ങൾ മടക്കരുത്. दुनिया के सामने हाथ मत फैलाना. ലോകത്തിന്റെ മുൻപിൽ നിങ്ങളെ കരങ്ങളെ വിരിച്ചു കാണിക്കരുത്. दुनिया के सामने मत रोना. ലോകത്തിന്റെ മുൻപിൽ നിങ്ങൾ കണ്ണുനീരൊഴുക്കരുത്. कमरे में जाओ, നിങ്ങളുടെ മുറിക്കകത്ത് നിങ്ങൾ പ്രവേശിക്കുക. आप और आपका प्रभु നിങ്ങളും നിങ്ങളുടെ ദൈവവും रोना चालू करो. നിങ്ങൾക്ക് ദൈവസന്നിധിയിൽ रोना चालू करो. നിങ്ങളുടെ ദൈവമായിട്ട് നിങ്ങളുടെ ദൈവത്തിന്റെ സന്നിധിയിൽ നിങ്ങൾ കരയുവാൻ തുടങ്ങുക. उसकी आवाज आएगी. അവന്റെ ശബ്ദം നിങ്ങളെ കേൾക്കുവാൻ. जैसे मरियम ने अपना आवाज, अपना नाम को सुना मरियम करके, പ്രകാരമാണ് മറിയം മറിയത്തിന്റെ പേര് വിളിച്ചത് കേട്ടപ്പോൾ वो आपके छोटे से कमरे में आएगा. നിങ്ങളുടെ ചെറിയ മുറിക്കകത്തും അവൻ ഇറങ്ങി वो വരും. आपके किराए के कमरे में आएगा. നിങ്ങൾ വാടക കൊടുക്കുന്ന നിങ്ങളുടെ മുറിക്കകത്തും അവൻ ഇറങ്ങി വരുവാനിടയായി. हालेलुया. आ करके आपका नाम लेकर के बुलाएगा. നിങ്ങളുടെ മുറിയിലേക്ക് ഇറങ്ങി വന്നിട്ട് നിങ്ങളുടെ പേര് വിളിക്കുവാനിടയായി. आप पहचान जाएंगे. നിങ്ങൾ ആ ശബ്ദം കേട്ട് തിരിച്ചറിയും. ओ हालेलुया. इतना प्यार से पुकारने वाला मेरा स्वामी, मेरा नाथ है. हालेलुया. ഇത്രയും സ്നേഹത്തോടെ എന്നെ വിളിക്കുവാൻ കഴിയുന്നത് എന്റെ ദൈവത്തിന് മാത്രമേ കഴിയുള്ളൂ എന്ന് നിങ്ങൾ തിരിച്ചറിയൂ. वहां पर लिखा हुआ उसने
तुरंत वो शब्द पहचानते के साथ में देखा भी नहीं, उसने कहा रबूनी। അവൾ ആ ശബ്ദം കേട്ടപ്പോൾ തന്നെ അവൾ കണ്ടില്ല, അവൾ കാണാതെ തന്നെ റബൂനി ഗുരുവേ എന്ന് വിളിക്കുവാൻ वो इस नाम से जो है प्रभु को पुकारती थी। അവൾ ഇപ്രകാരം അവനെയാണ് വിളിച്ചുകൊണ്ടിരുന്നത്. ओह हालेलुया, प्रेज द लॉर्ड। वो उसको पकड़ने के लिए गई, അവനെ സ്പർശിക്കുവാൻ തുടങ്ങി. यीशु ने कहा डोंट टच। എന്നെ യേശുക്രിസ്തു പറഞ്ഞു എന്നെ തുടരുത്, प्रेज द लॉर्ड। मुझे छूना नहीं, എന്നെ ഇപ്പോൾ തുടരുത്. ऐसा नहीं है कि जो है मरियम अशुद्ध है इसलिए यीशु मसीह ने बोला। യേശുക്രിസ്തു മറിയം അശുദ്ധിയായതുകൊണ്ടല്ല യേശുക്രിസ്തു പറഞ്ഞത് എന്നെ തുടരുത്. जैसे कई लोग कहते हैं ना कि भैया जो है मेरे घर में मत आना, सोफा पे नहीं बैठना, और जो है उनके लिए अलग बर्तन, अलग कप, एक डिफरेंशिएट करके रखते हैं, ऊंची जाति नीची जाति करेगी। പലപ്പോഴും നമ്മൾ സമൂഹത്തിൽ കാണാറുണ്ട്, ഉന്നതന്മാരും താഴെയുള്ളവരും തമ്മിലുള്ള വ്യത്യാസം. ഈ സോഫയിൽ ഇരിക്കരുത്, ഈ പാത്രത്തിൽ കഴിക്കരുതെന്നൊക്കെ പറയാറുള്ളത് നമ്മൾ കേൾക്കാറുണ്ട്. ये मकसद, ये मतलब नहीं था यीशु मसीह का। ഇതല്ലായിരുന്നു ദൈവത്തിന്റെ ഉദ്ദേശം, അതല്ലായിരുന്നു. यीशु मसीह ने वहां पर एक बात बोला, യേശുക്രിസ്തു പ്രകാരം ഒരു വാക്യം പറഞ്ഞു, मैं अब तक अपने पिता के पास में नहीं गया, ഞാൻ ഇതുവരെയും എന്റെ പിതാവിന്റെ അടുക്കലേക്ക് ചെന്നിട്ടില്ല. वो जी उठने के बाद में ഞാൻ ഉയർത്തെഴുന്നേറ്റതിന് ശേഷം सबसे पहला मेरा काम जो था, ആദ്യത്തെ കാര്യം എന്റെ ഇതാണ്, अपने पिता के पास में जाने के लिए എന്റെ പിതാവിന്റെ അടുത്തേക്ക് ഞാൻ ചെല്ലുവാനാണ്. जा रहा था, ഞാൻ പോവുകയാണ്. आधे रास्ते से ഞാൻ പകുതി വഴിയിൽ വെച്ച് मुझे तेरे पास में जो लौटा करके लेके आया, എനിക്ക് നിന്റെ അടുക്കിലേക്ക് മടങ്ങി വരണമെന്ന് തോന്നി. वो तेरे आंसू थे, നിന്റെ കണ്ണുകളാണ്, നിന്റെ കണ്ണുനീരാണ്. वो तेरे आंसू थे। നിന്റെ അടുക്കിലേക്ക് മടക്കി വരുത്തിയത് നിന്റെ കണ്ണുനീരാണ്. जिस प्यार से तू रो रही थी, നീ എത്രമാത്രം ദാഹത്തോടെയാണോ കരഞ്ഞത്, अंदर से जो तू रो रही थी, നിന്റെ ഉള്ളിൽ നീ കരഞ്ഞത്, बस इसीलिए मैं आया। ആ കണ്ണുനീര് കണ്ടിട്ടാണ് ഞാൻ ഇന്ന് പകൽക്കാലം നിന്റെ അടുത്ത് വന്നത്. जो भाग्य कईयों को नहीं मिला, वो भाग्य मरियम को मिला। ഈ ഭാഗ്യ പദവി പലർക്കും ലഭിക്കാതിരിക്കുമ്പോൾ അത് നിനക്ക് മാത്രം ലഭിക്കുവാനിടയായി. 3 साल यीशु मसीह के पीछे चलने वाले चेलों को जो भाग्य नहीं मिला, हालेलुया, वो भाग्य मरियम को मिला। 3 വർഷക്കാലം യേശുക്രിസ്തുവിന്റെ കൂടെ നടന്ന ശിഷ്യന്മാർക്ക് ലഭിക്കാത്ത വലിയൊരു ഭാഗ്യം മറിയത്തിന് ലഭിക്കുവാനിടയായി. प्रेज़ द लॉर्ड। वो भाग्य आने वाले दिनों में, हालेलुया, अनेकों को नहीं मिलते वक्त में मैं कहना चाहता हूं आपको मिलने पाए। അനേക ഭാഗ്യമുള്ളവർ അവൻ അനേകർക്ക് ലഭിക്കാതിരിക്കുന്ന ഭാഗ്യപദവി നിങ്ങൾക്ക് ലഭിക്കുവാൻ റെഡിയായി തീരണം. पास्टर को मत देखो, നിങ്ങൾ ദൈവദാസന്മാരെ നോക്കണ്ട, अपने घर के लोगों को मत देखो, നിങ്ങളുടെ ഭവനത്തിലുള്ളവരെ നിങ്ങൾ നോക്കണ്ട, विश्वासियों को मत देखो। നിങ്ങൾ വിശ്വാസികൾ അടുത്തിരിക്കുന്നവരെ നോക്കണ്ട. कौन किसके अंदर में शैतान बन करके आपके आत्मिक जीवन को गिरा दे, कह नहीं सकते। ആര് നിങ്ങളുടെ അടുക്ക് പിശാചിന്റെ ആത്മാവെടുത്തുകൊണ്ട് നിങ്ങളെ വന്ന് ആത്മാവിൽ നിന്ന് വീഴിക്കാമെന്ന് നിങ്ങൾക്ക് അറിയുവാൻ ഒരുപക്ഷെ കഴിയത്തില്ല. पास्टर के अंदर भी आ सकता है, ഒരുപക്ഷെ ദൈവദാസന്മാരിലും അത് പ്രവർത്തിക്കും, विश्वासी के अंदर आ सकता है। വിശ്വാസികളുടെ ഇടയിലും അത് സംഭവിക്കാം. आप ये मत बोलना നിങ്ങൾ ഇത് ഒരിക്കലും ഇങ്ങനെ പറയരുത്. वो एक पास्टर है, അതൊരു ദൈവദാസനാണ്, वो एक विश्वासी है, അതൊരു വിശ്വാസിയാണ്. हो हालेलुया। कोई भी किसी के, जब पतरस के अंदर में आ सकता है तो किसी के अंदर में भी आ सकता है। ദൈവദാസനായ പത്രോസിന്റെ ഉള്ളിൽ അത് വന്നെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ മറ്റുള്ളവരുടെ ഉള്ളിൽ അത് കടന്നു വരുവാൻ ഇടയായിത്തീരും. आप और आपका प्रभु, നിങ്ങൾ നിങ്ങളുടെ ദൈവം प्रेज़ द लॉर्ड, एक आत्मिक जीवन को बनाया ഒരു ആത്മീയ ജീവിതത്തിലേക്ക് പ്രവേശിച്ചാൽ तो प्रभु आपको बहुत ऐसे आशीष देगा। എന്നാൽ കർത്താവ് നിങ്ങളെ അധികം